എല്ലാ വീട്ടിലും ഫാമിലി പ്രോബ്ലംസ് ഉണ്ട് അല്ലേ? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കുകൾ, അത് മെയിനായിട്ട് ഭാര്യയും ഭർത്താവും ഉള്ള വഴക്കുകളിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ വഴക്ക് നിങ്ങളായിട്ട് സോൾവ് ചെയ്യാനായിട്ട് നോക്കുക. കഴിവതും അത് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. കാരണം എന്ന് വെച്ചാൽ മൂന്നാമത് നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ പേരൻസിനെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പോയാലും നമ്മൾ എന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും അതിൽ കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് നിമിഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് അവരതെല്ലാം മറന്നുപോയി ഒന്നാവും. പക്ഷേ നമ്മൾ വഴക്ക് നിർത്തിക്കഴിഞ്ഞാലും നമ്മുടെ പേരൻസിൻ്റെയോ അല്ലെങ്കിൽ തേർഡ് പേഴ്സൻ്റെ മനസ്സിൽ എത്ര ആണെങ്കിലും ആ വ്യക്തിയെ പറ്റി ഒരു നെഗറ്റീവ് തോട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പ്രഷന് അങ്ങനെ തന്നെ കിടക്കും. വൈഫ് ആൻഡ് ഹസ്ബൻഡ് അവരുടെ വഴക്ക് തീർന്നാലും മൂന്നാമത് വ്യക്തി ആ ഒരു വ്യക്തി വഴക്കിട്ടത് ഇപ്പോൾ ഒന്നുകിൽ തേർഡ് പേഴ്സൺ പറയുന്നത് വൈഫിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഭാഗത്തുള്ള ആളായിരിക്കും. എപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക് സൺസെറ്റിന് മുമ്പായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ആ വഴക്ക് ഒതുക്കി തീർക്കുക. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ ഒരു നല്ലൊരു പുതിയൊരു ലൈഫായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് രാത്രി തന്നെ ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർക്കുക. കിടക്കുന്നതിന് മുമ്പ് സമാധാനമായിട്ട് വഴക്കെല്ലാം മാറ്റി കിടക്കാനായിട്ട് നോക്കുക.